പീരിമേട്ടിലെ തോട്ടങ്ങളിലെ ലയങ്ങളിൽ ഭൂരിഭാഗവും തകർന്നു വീഴുന്ന അവസ്ഥയിലെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA നിയമസഭയിൽ. ലയം എന്ന ചിന്താഗതി മാറ്റി മെച്ചപ്പെട്ട താമസ സൗകര്യം ഉറപ്പാക്കുന്ന വസതികൾ നിർമ്മിക്കുന്ന പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സർക്കാരിനോട് MLA അഭ്യർത്ഥിച്ചു. തൊഴിലാളി ആനുകൂല്യങ്ങളെല്ലാം 10-15 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് തോട്ടം മേഖലയ്ക്ക് അനുവദിക്കണമെന്നും നിയമസഭയിൽ MLA സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പീരിമേട് നിയോജക മണ്ഡലത്തിലെ പകുതിയിലധികം പ്രദേശവും തോട്ടം മേഖലയിലാണ്. തോട്ടം വ്യവസായം അതീവ ഗുരുതര പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട് 25 വർഷങ്ങളിലധികമായി. മണ്ഡലത്തിലെ 3-ലധികം തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് യൂണിയൻ നേതാക്കൾ വിധിച്ചു നൽകിയ തേയിലക്കൊളുത്ത് നുള്ളിയാണ് ജീവിതം തള്ളി നീക്കുന്നത്. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലാകട്ടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കുന്നില്ല. പകർച്ചവ്യാധികളും മാരക രോഗവും കാരണം തൊഴിലാളികൾ മരണത്തിന് കീഴടങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ലയം എന്നുപേരുള്ള പാർപ്പിടങ്ങളിലാണ് തൊഴിലാളികൾ അന്തിയുറങ്ങുന്നത്. അതിൽ ഭൂരിഭാഗവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. ഇവരുടെ ലയം നവീകരിക്കുകയല്ല വേണ്ടത്, പകരം ലയം എന്ന ചിന്താഗതി മാറ്റി മെച്ചപ്പെട്ട താമസ സൗകര്യം ഉറപ്പാക്കുന്ന വസതികൾ നിർമ്മിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് നിയമസഭയിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തോട്ട വ്യവസായം ആരംഭിച്ച കാലത്ത് നിർമ്മിച്ച ലയങ്ങൾ എന്ന് വിളിക്കുന്ന പാർപ്പിടങ്ങളാണ് തൊഴിലാളികൾ ഇന്നും താമസിച്ചു പോകുന്നത്. അതിൽ ഭൂരിഭാഗവും ഏതു സമയവും തകർന്നു വീഴാകുന്ന തരത്തിൽ ജീവനാവസ്ഥയിലാണ്. എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന, ലയമെന്ന ചിന്താഗതി മാറ്റി മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന വസതികൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ PF-ഉം ഗ്രാറ്റുവിറ്റിയും ഒക്കെ മാനേജ്മെന്റുകൾ നൽകാതെ വളരെയധികം 10-15 വർഷം കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ അവർക്ക് കിട്ടേണ്ട സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പെൻഷൻ പോലും ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തോട്ട മേഖലയ്ക്ക് വേണ്ടി അനുവദിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുക. PF, ഗ്രാറ്റുവിറ്റി എന്നിവ തൊഴിലാളിക്ക് ലഭിക്കാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. തൊഴിലാളികളുടെ പെൻഷൻ പോലും 10-15 വർഷമായി. ഇതിനെല്ലാം പരിഹാരം കാണാൻ പീരിമേട്ടിലെ തോട്ടം മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിയമസഭയിൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. MLAയുടെ നിയമസഭയിലെ പ്രസ്താവന പീരിമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് ഏക പ്രതീക്ഷ നൽകുന്നതാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.